സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. ആ ജ്വരത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിയായ 78-കാരി മരിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വര മരണം. ചികിത്സയിലായിരുന്ന തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിയായ 78-കാരി മരിച്ചിരിക്കുന്നു. സൂര്യഗായത്രി ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നു. സൂര്യഗായത്രി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വയോധികയാണ് രാവിലെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിട്ടുണ്ടായിരുന്നത്. പോത്തൻകോട് സ്വദേശിയായ 78-കാരിയാണ് മരിച്ചത്. 2 ദിവസത്തിനിടയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കുന്ന രണ്ടാമത്തെ ആളാണ്. ഇന്നലെ കുളത്തൂർപ്പുഴ സ്വദേശിനിയായിട്ടുള്ള 18 വയസ്സുകാരി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ മാത്രം അമീബിക് മസ്തിഷ്ക ജ്വരം സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നത് 4 പേർക്കാണ് എന്നുള്ളതാണ് കണക്ക്. ഈ മാസം ഇതുവരെ 45 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഈ മാസം 7 മരണവും ഈ അസുഖം ബാധിച്ച് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇന്നിപ്പോൾ രണ്ടാമത്തെ വ്യക്തി, ഈ 2 ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ വ്യക്തിയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പോത്തൻകോട് സ്വദേശിനിയായിട്ടുള്ള 78 വയസ്സുകാരിയാണ് ഏറ്റവും ഒടുവിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച്